ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി. വിഷു ദിവസം വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണമാണ് മോഷണം പോയത്. കീഴ്ശാന്തി കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പൂറ്റിയെ കാണാനുമില്ല. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിലെ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവാഭരണം ആണ് മോഷണം പോയിട്ടുള്ളത്. വിഷു ദിവസം വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണമാണ് മോഷണം പോയിട്ടുള്ളത്. കീഴ്ശാന്തി കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പൂറ്റിയെ കാണാനുമില്ല. ശരണ്യ സ്നേഹജൻ, ശരണ്യ, സംഭവത്തിൽ ദുരൂഹതയുണ്ട്. ഈ മോഷണം പോയി എന്ന് പറയുമ്പോൾ സാധാരണ പുറത്തു നിന്നുള്ള മോഷ്ടാക്കൾ മോഷ്ടിച്ച രീതിയിലുള്ള ഏതെങ്കിലും സ്വഭാവം അതിന് കാണുന്നുണ്ടോ? ശാന്തിയെ കാണാനില്ല എന്നത് ഏത് തരത്തിലാണ് ദുരൂഹതയുണ്ടാക്കുന്നത്? പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവാഭരണം കാണാതെ പോയി എന്ന വിവരം ക്ഷേത്ര അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ വിഷുദിനത്തിൽ ചാർത്തിയ തിരുവാഭരണമാണ് പിന്നീട് മോഷണം പോയതായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ തിരുവാഭരണം പോയെങ്കിലും വൈകിട്ടാണ് ക്ഷേത്രാധികാരികൾ പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. കിരീടവും 2 മാലകളും അടക്കം 20 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അരൂർ പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കീഴ്ശാന്തി രാമചന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ ഇന്നലെ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ഇയാള് കൊല്ലം സ്വദേശിയാണ്. ഈ ഉച്ചയ്ക്ക് തിരുവാഭരണം മോഷണം പോയതിനു ശേഷം ഇയാൾ ക്ഷേത്രത്തിലെ പിന്നെ ഇയാളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് പോലീസ് കൊല്ലത്തെ ഇയാളുടെ വീട്ടിലെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും വീട്ടിലും ഇയാൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ രാമചന്ദ്രൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിലവിൽ അന്വേഷണം പോകുന്നത്. പുറത്തുനിന്ന് ആളുകൾ എത്തി ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ കീഴ്ശാന്തി ആണോ ഇതിന് പിന്നിൽ എന്നുള്ള സംശയമാണ് പ്രാഥമികമായി ഉള്ളത്. എന്തായാലും അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണ്യ നൽകിയത്.